സാംസങ് ഗാലക്സി S23 അൾട്ര ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. 2020 ഫെബ്രുവരി മാസത്തിലാണ് ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. 2024 ജനുവരിയിൽ S24 അൾട്ര റിലീസ് ചെയ്തു. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് ഫോണുകളുടെയും കമ്പാരിസൺ അല്ല ചെയ്യുന്നത്. ഈ ഒരു വർഷത്തിന് ശേഷം S23 അൾട്ര എങ്ങനെ പെർഫോം ചെയ്യുന്നു, കഴിഞ്ഞൊരു 7 മാസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, S23 അൾട്ര ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സോ പല റീസെല്ലേഴ്സിൻ്റെ കയ്യിലും 5G ആണെന്നുണ്ടെങ്കിലും അതുപോലെ മറ്റ് റീസെല്ലേഴ്സിൻ്റെ കയ്യിലും ഇപ്പോൾ S23 അൾട്ര നല്ല വാറണ്ടിയുള്ള നല്ല കിടിലൻ യൂണിറ്റുകൾ 60,000 രൂപയ്ക്ക് മുകളിലൊക്കെ അവൈലബിൾ ആണ്. സോ അത്രയും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്, S23 അൾട്ര എടുക്കണോ അതോ S24 അൾട്ര എടുക്കണോ അതോ ഇതിൻ്റെ ഇടയിലുള്ള വേറെ ഏതെങ്കിലും ഫോൺ എടുക്കണോ എന്നുള്ളത്. അതിൽ ഈ ഒരു S23 അൾട്ര എടുക്കണോ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. പതിവ് പോലെ നമുക്കിതിൻ്റെ ഒരു ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. സാംസങ് ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളോളമായിട്ട് അവരുടെ എല്ലാ ഫോണുകളിലും കൊണ്ടുവരുന്നത്. സോ ഈ ഒരു ഡിസൈനിനെ കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം S24 അൾട്ര ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിലൊരു കർവ് ഡിസ്പ്ലേ ഉണ്ട്, മറ്റേതിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അത് മാത്രമാണ് ഒരു ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയമേ ഒരു സ്ക്രാച്ച് വീണിട്ടുണ്ട്. അത് ഞാൻ ഇച്ചിരി കനത്തിൽ തന്നെ ഒന്ന് താഴെ കുത്തി ഒന്ന് വീഴാൻ പോയപ്പോൾ ഫോണിൻ്റെ ആ ഒരു ക്യാമറ സൈഡാണ് ഒരു കല്ലുമ്മ കോരിയത്. അങ്ങനെയാണ് ആ ഒരു സൈഡിൽ അത്രയും ഇമ്പാക്റ്റ് ഉള്ളൊരു വീഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സ്ക്രാച്ച് വന്നത്. അതല്ലാതെ ഇതിൻ്റെ ഫ്രെയിമിലോ ബാക്കിലെ ഗ്ലാസ്സിലോ ഫ്രണ്ടിലെ ഗ്ലാസ്സിലോ ഒന്നിലും അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഫോണിന് യാതൊരു തരത്തിലുള്ള ബെൻഡോ ഡെൻഡോ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇനി 2-3 വർഷം ഈ ഒരു ഫോൺ ഉപയോഗിച്ചാലും പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ സമയം ഞാൻ കേസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൂടെ ഞാനിവിടെ എടുത്ത് പറയുന്നു. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതൊരു കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ ഗാർഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നല്ല പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഉണ്ട്. ഇപ്പോൾ അവസാനം ഞാൻ ഒട്ടിച്ചത് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്ക്രീൻ ഗാർഡ് ആയിരുന്നു. അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലും എയർ കയറി ആ ഒരു ബബിൾ വന്നു തുടങ്ങി. സോ ഈ ഒരു കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഇതൊരു വലിയ ഡിസ്പ്ലേ കൂടി ആയതുകൊണ്ട് നമുക്ക് സ്ക്രീൻ ഗാർഡ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നല്ല പോലെ ഉണ്ട്. അതൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഇടയിലും അതേപോലെ തന്നെ S Pen ഇരിക്കുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി കയറുന്നുണ്ട്. അത് പൊടി ആയാലും നമുക്ക് തുടയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് വെള്ളമൊഴിച്ച് കഴുകുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. എനിവേ അങ്ങനെ ഒരു പൊടി പിടിക്കുന്ന പ്രശ്നം ഇതുണ്ട്. അത് വലുതായ കാരണം നല്ല രീതിക്ക് ആ പൊടി കയറുന്നുണ്ട്. കയറിയ പൊടി നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നുമുണ്ട്. നോർമൽ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് തുടച്ചാലൊന്നും പോവില്ല. ഇച്ചിരി കനത്തി തന്നെ അത് തുടയ്ക്കേണ്ടി വരും, എന്നാലാണ് ആ ഒരു പൊടിയൊക്കെ പോവുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ ഫേസ് ചെയ്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു സ്ക്രീനിൻ്റെ കാര്യത്തിലും സെൻസേഴ്സ് ബാക്കി കാര്യങ്ങളല്ലാതും അതിനൊന്നും ഇതുവരെ ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു S Penൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു ഉപയോഗം എനിക്കും എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഈ ഒരു S Pen കൊണ്ട് ഉണ്ടായിട്ടില്ല. വെറുതെ ഇങ്ങനെ ഷോ ഓഫിന് വേണ്ടി കാണിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഉപയോഗം അതിനുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. സോ അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ അത്യാവശ്യം നോട്ട് കാര്യങ്ങളൊക്കെ എഴുതാനും അങ്ങനെയുള്ളതിനൊക്കെ ഈ ഒരു S Pen ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരിക്കും. എനിക്കത് അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, അതിപ്പോഴും നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസം അവസാനിക്കുമ്പോൾ ആൻഡ്രോയിഡ് 14 ബേസ്ഡ് 1UI 6ൻ്റെ അപ്ഡേഷനാണ് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 6.1ൻ്റെ 1UI 6.1ൻ്റെ അപ്ഡേഷൻ ഈ ഒരു ഫോണിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൂടെ വന്ന് ആ ഒരു AI ഫീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഒരുപാട് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ധൃതി പിടിച്ചൊരു വീഡിയോ ചെയ്തത്. എനിവേ നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പെർഫോമൻസിൻ്റെ ഇഷ്യൂം ഇതുവരെ ഞാൻ ഈ ഒരു ഫോണിൽ ഫേസ് ചെയ്തിട്ടില്ല. നമുക്കറിയാം ഗാലക്സിക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ ഹീറ്റ് ആവുന്ന ഇഷ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങളോ ഹാങ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ ഈ ഒരു 7 മാസത്തിനുള്ളിൽ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ലാഗ് വരുന്നൊരു ചെറിയൊരു മേഖലയുണ്ട്, അത് ഞാൻ പറയാം. അതേപോലെ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നൊരു മേഖലയുണ്ട്, അതും ഞാൻ ഓരോ സെക്ഷനിൽ ഞാൻ പറയാം.
സോ നോർമൽ യൂസിന് ഒരു തരത്തിലുള്ള പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നം വന്നിട്ടില്ല. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിവ്യൂ പറയുന്നതിന് മുന്നായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളൊരു ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ഇതിനും വില കുറഞ്ഞിട്ടും കിട്ടുന്നുണ്ട്. ഇനി നല്ല ഹൈ എൻഡ് വേണമെന്നുണ്ടെങ്കിൽ അസ്യൂസിൻ്റെ റോഗ് ഫോണുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പബ്ജി ആണെന്നുണ്ടെങ്കിലും ആസ്ഫാൾട്ട് ലെജൻഡ് ആണെങ്കിലും ഗെൻഷൻ ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് നേരം കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുന്നതോടുകൂടിയിട്ട് ഫോൺ വാമായി തുടങ്ങുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരു ഡൈ ഹാർഡ് ഗെയിമിങ്ങിൻ്റെ ഒരു ഫാനല്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഗെയിമിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ടല്ലോ, അതൊക്കെ വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നവും പറയാനായിട്ടില്ല. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ആണെങ്കിലും ഫേസ് അൺലോക്ക് ആണെങ്കിലും അത് രണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ടുള്ള ആ ഒരു റെഗുലർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ഇപ്പോഴും റെഗുലറായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്യൂരിറ്റി അപ്ഡേഷനൊക്കെ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള കുറവും ഇതുവരെ സാംസങ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടില്ല. നല്ല രീതിക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് സാംസങ് ഈ ഒരു ഫോണിനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ One UI 6 കാര്യം ഞാൻ കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് S Penന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നോർമൽ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം സാംസങ്ങിൻ്റെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ഇതിൽ കിട്ടുന്നുണ്ട്, ആ ഗാലക്സി AI ഫീച്ചേഴ്സ് ഒഴികെ. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നത് ഐപാഡിൻ്റെ കൂടെ കിട്ടിയ 25 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. തുടക്കം മുതലേ അത് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. നമുക്ക് അങ്ങനെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ബാറ്ററി ഇറങ്ങി പോകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ നൈറ്റ് ഡ്രൈവിംഗ് ഇഷ്യൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും കിട്ടുന്നില്ല. വൺസ് ഒരു ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം കഷ്ടിമുട്ടും. ഇല്ല നിങ്ങൾ അത്യാവശ്യം ഗെയിം കളിക്കുകയാണ്, വീഡിയോ എഡിറ്റ് ചെയ്യണം, ക്യാമറ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒത്തിരി കോളും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അത് തീർന്നിട്ടല്ല, ഒരു 20% ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഒന്നും കൂടി അത് ചാർജ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ 24 hours നമുക്കത് കിട്ടും. ഹെവി യൂസ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം കഷ്ടി ഓടിപ്പോക്കോളും, ഒരു പ്രശ്നവുമില്ല. ഐപാഡിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. സോ ബാറ്ററിയുടെ കാര്യത്തിലും ഇപ്പോഴും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ തരുന്നത്, ചാർജിങ് സ്പീഡ് ഒഴികെ. ഇനി ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 5G ഉണ്ട്. 5Gയിൽ ഇട്ട് കഴിഞ്ഞാൽ ആദ്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഫോൺ ഹീറ്റായിരുന്നു, ബാറ്ററി ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ ഒരുപാട് സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ വന്നതിന് ശേഷം ആയിരിക്കണം ഇപ്പം അത് ഒപ്റ്റിമൈസ്ഡ് ആണ്. അങ്ങനെ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ ബാറ്ററി ഒരുപാട് ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് മുന്നേ ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർടെൽ സിമ്മാണ് ഇട്ടിരുന്നത്. 5Gയിൽ കോള് ഡ്രോപ്പ് ആയി പോയിരുന്നു. അത് ഞാൻ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് കരുതുന്നില്ല, അത് നമുക്കറിയാം എയർടെലിൻ്റെ ആ ഒരു 5Gയുടെ പ്രോബ്ലം ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ വളരെ സ്റ്റേബിളായിട്ട് തന്നെയാണ് പോകുന്നത്. ജിയോയുടെ സിമ്മും ഇടയ്ക്ക് ഇട്ട് നോക്കിയിരുന്നു, പക്ഷേ ജിയോയുടെ സിമ്മിൽ ആ ഒരു പ്രശ്നം വന്നില്ല. അതുകൊണ്ടാണ് എയർടെലിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞത്. എനിവേ 5Gയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ഈ ഹീറ്റ് ആവുന്ന ഇഷ്യൂ, ബാറ്ററി ഇറങ്ങി പോകുന്ന പ്രശ്നം അങ്ങനെയുള്ളതൊന്നും ഈ ഒരു ഫോണിൽ ഇപ്പോൾ കാര്യമായിട്ട് ഫേസ് ചെയ്യുന്നില്ല. പിന്നെ വൈഫൈ ഒക്കെ അത്യാവശ്യം സ്പീഡാണ്, ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം അവിടെ ഒന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് അവിടെയും തരുന്നത്. പിന്നെ ഗാലക്സിയുടെ തന്നെ മറ്റ് പ്രൊഡക്റ്റുകൾ കണക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ബഡ്സ് ആണെന്നുണ്ടെങ്കിലും വാച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്കോ സിസ്റ്റം നല്ല രീതിക്ക് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ്, അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. തുടക്കകാലത്ത് എങ്ങനെയാണോ കിട്ടിയിരുന്നത് അതിനേക്കാളും നല്ലൊരു ഔട്ട്പുട്ടാണ് ഇപ്പോഴും ഈ ഒരു ഫോൺ തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന സാമ്പിളുകൾ, ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും, ഇതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതല്ല. റെഗുലർ എങ്ങനെയൊക്കെയാണോ എടുത്തത് അതിൽ നിന്ന് കുറച്ച് നല്ലത് നോക്കിയിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി ഇതിൻ്റെ പെർഫോമൻസിൽ ഓരോ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നോർമൽ ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കൊള്ളാം, നല്ല രീതിക്ക് തന്നെ ആ ഒരു DSLR എഫക്റ്റൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു കളർ കാലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിലും HDR ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ആദ്യമൊക്കെ കുറച്ചും കൂടി പഞ്ചി ആയിട്ടുള്ളൊരു കളറാണ് കിട്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫോട്ടോസ് കാണുമ്പോൾ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു റിയൽ ടൈം ഫോട്ടോസ് പോലെ അത് പണ്ടത്തെ അത്ര അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യണില്ല, വളരെ കുറച്ച് മാത്രമാണ് ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി പോർട്രേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പഴയ പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് ആ ഒരു ബൊക്കെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിക്ക് ഡെപ്ത് കൊണ്ടുവരുന്നുണ്ട്.
ഈ ബൊക്കെ എഫക്റ്റ് എടുക്കും, അതായത് പോർട്രേറ്റ് എടുക്കുമ്പോൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവില്ല. അത് കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോൾ ആ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ചെയ്തു പോകുന്ന പ്രശ്നങ്ങളോ വെളുപ്പിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും പോർട്രേറ്റിൻ്റെ കാര്യത്തിലും വരുന്നില്ല. നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവം. നല്ല രീതിക്ക് തന്നെ ആ ഒരു നൈറ്റ് ഫോട്ടോസും നമുക്ക് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് അവിടെ തരുന്നത്. ഇനി ഇതിൻ്റെ ഒരു വീഡിയോയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 8K വരെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. സോ വീഡിയോയുടെ കാര്യത്തിലും ഒരു നെഗറ്റീവും പറയാനില്ല. നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഇപ്പോഴും തരുന്നത്. ഇനി ഇതിൻ്റെ ഒരു സെൽഫിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെയാണ് ഒരു ചെറിയൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയത്. അതായത് സെൽഫി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ, അതായത് ഡിസ്പ്ലേയിൽ നമ്മളെ ഫേസ് കാണുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തോന്നും. പക്ഷെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ സെൽഫിയിൽ ചെറിയൊരു ഇത് ഒറിജിനൽ അല്ലല്ലോ, ഒന്ന് ഡാർക്കൻ ചെയ്ത് പോയോ, ഒരു ഇരുണ്ട് പോയോ എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. സോ അത് മാത്രമാണ് അവിടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്, എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അത് സെൽഫി വീഡിയോയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 4K ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിലൊരു കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. S24 അൾട്രയിലോട്ട് വരുമ്പോൾ അവിടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കർവ് ഡിസ്പ്ലേനേക്കാൾ കൂടുതൽ ഇഷ്ടം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. പല കാരണങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ സ്ക്രീൻ ഗാർഡിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ ഈ ഗോസ്റ്റ് ടച്ച് കാര്യങ്ങളൊക്കെ വരുന്നതും നമ്മളറിയാതെ സ്കൈഡിലൊക്കെ പിടിക്കുമ്പോൾ സ്ക്രീൻ ഇങ്ങനെ ടച്ച് ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ എന്തോ ആ ഒരു പ്രീമിയം ഫീലായിട്ട് എനിക്ക് തോന്നുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് എനിക്കിഷ്ടം. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്. അവരുടെ ഒരു പ്രീമിയം ഫോണിൽ ഒരു കാരണവശാലും അവർ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യില്ല. അത് തന്നെയാണ് ഈ ഒരു വർഷത്തിന് ശേഷം സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ തരുന്നത്. ഏത് കണ്ടീഷനാണെങ്കിലും, ലൈറ്റുള്ള കണ്ടീഷനാണെങ്കിലും, ഇരുട്ടാണെന്നുണ്ടെങ്കിലും, ബിൽഡിങ്ങിൻ്റെ അടിയിലാണെങ്കിലും, മുകളിലാണെങ്കിലും, ഏത് തരം കണ്ടീഷനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ തരുന്നത്. ഇതിൻ്റെ ഓഡിയോ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഓഡിയോ തരുന്നത്. സോ ആ ഒരു മേഖലയിലൊന്നും, ഇതിൻ്റെ മൾട്ടിമീഡിയ ഏരിയയിലൊന്നും ഒരു തരത്തിലുള്ള നെഗറ്റീവും പറയാനായിട്ടില്ല. സോ ഓവറോൾ ഞാൻ ഈ ഒരു ഫോണിൽ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്, ഒരു തരത്തിലുള്ള സംശയവും ഇല്ല. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് കാര്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, ഇനി ഒരു 2-3 കൊല്ലത്തേക്ക് കൂടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ കൂടിയാണ് S23 അൾട്ര. S24 അൾട്ര തന്നെ വേണമെന്നൊന്നുമില്ല, അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 3 വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസിൽ ചേഞ്ചും നമുക്കറിയില്ല. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രയും മൈന്യൂട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. സോ പല റീസെല്ലേഴ്സിൻ്റെ കയ്യിലും നല്ല കിഡിലൻ യൂണിറ്റുകൾ, ഒരു തരത്തിലുള്ള ഡാമേജുകളില്ലാത്ത വാറൻറ്റിയോട് കൂടിയിട്ടുള്ള യൂണിറ്റുകളൊക്കെ 60,000-65,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. സോ 1,10,000 ഒക്കെ കൊടുത്ത് S24 അൾട്രയിലോട്ട് തൽക്കാലം പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ S23 അൾട്ര തന്നെ ആയിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്കുള്ളതല്ല കേട്ടോ ഈ ഒരു വീഡിയോ. അങ്ങനെയുള്ളവർ ഈ ഒരു ഇതുപോലുള്ള വീഡിയോസ് ഒന്നും തന്നെ നോക്കില്ല. ഞാനതിങ്ങനെ പൈസ കൂട്ടി വെച്ച് ഒരു പ്രീമിയം ഫോൺ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അത്രമാത്രം. സോ കൂടുതലും ഇനി ഏതെങ്കിലും ഒരു മേഖലയെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം, ഞാൻ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.